നമസ്കാരം. വേദജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ സഞ്ചാരങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടെന്ന് നമുക്കറിയാം. ഓരോ ഗ്രഹത്തിന്റെയും സ്ഥാനമാറ്റവും കൂടിച്ചേരലുകളും പലതരത്തിലുള്ള യോഗങ്ങൾ സൃഷ്ടിക്കുന്നു. അവ ശുഭകരമോ അശുഭകരമോ ആയ ഫലങ്ങൾ നൽകുന്നു. അങ്ങനെയൊരു അപൂർവവും അതീവ ശുഭകരവുമായ യോഗമാണ് ഇപ്പോൾ സംജാതമാകുന്നത്, നവപഞ്ചമ രാജയോഗം. ഏകദേശം 500 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഈ രാജയോഗം നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെയും പുരോഗതിയുടെയും വാതിലുകൾ തുറക്കുന്നതാണ്. രാഹു കുംഭം രാശിയിലേക്ക് മാറിയതിനു പിന്നാലെ മെയ് 18ഓടെ രാഹു കുംഭത്തിൽ പ്രവേശിക്കുന്നു. വ്യാഴം മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നതോടെയാണ് ഈ അത്ഭുതകരമായ നവപഞ്ചമ രാജയോഗം രൂപപ്പെടുന്നത്. ഇത് പൊതുവെ എല്ലാ രാശിക്കാർക്കും നല്ല ഫലങ്ങൾ നൽകുമെങ്കിലും ചില രാശിക്കാർക്ക് ഈ യോഗം നൽകുന്ന നേട്ടങ്ങൾ അനവധിയാണ്. അവരുടെ ഭാഗ്യം തെളിയുന്ന അഭിവൃദ്ധിയുടെ കാലഘട്ടമാണ് ഇത്. പ്രധാനമായും 3 രാശിക്കാർക്കാണ് ഈ നവപഞ്ചമ രാജയോഗത്തിന്റെ സവിശേഷമായ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ പോകുന്നത്. അവ ഏതൊക്കെ രാശികളാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി മകരം, കാപ്രിക്കോൺ രാശിക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നവപഞ്ചമ രാജയോഗം അത്യധികം ഗുണകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. സാമ്പത്തിക കാര്യങ്ങളിൽ അവിശ്വസനീയമായ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കും. ഒരുപക്ഷേ ഒന്നിലധികം വഴികളിലൂടെ ധനം വന്നുചേരും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കളിയാടും. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും. തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റത്തിനും അംഗീകാരത്തിനും സാധ്യതയുണ്ട്. ബിസിനസ്സിൽ അപ്രതീക്ഷിത ലാഭമുണ്ടാകും. വാഹനയോഗം കാണുന്നു. അന്തസ്സും ആദരവും വർദ്ധിക്കും. ജീവിതം മൊത്തത്തിൽ ഒരു ഉന്നതിയിലേക്ക് ഉയർത്താൻ ഈ യോഗം സഹായിക്കും. യാതൊരു കാര്യത്തിലും രണ്ടാമതൊരാലോചന കൂടാതെ മുന്നോട്ടു പോകാൻ ഇത് നിങ്ങൾക്ക് ധൈര്യം നൽകും. രണ്ടാമതായി കുംഭം, അക്വാറിയസ് രാശിക്കാർ. രാഹുവിന്റെ കുംഭം രാശിയിലേക്കുള്ള മാറ്റം തന്നെ നിങ്ങൾക്ക് അനുകൂലമാണ്. ഒപ്പം നവപഞ്ചമ രാജയോഗം കൂടി ചേരുമ്പോൾ നിങ്ങളുടെ നല്ല കാലം ആരംഭിക്കുകയായി. ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്നവർക്ക് ഇത് സുവർണാവസരമാണ്. പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. മുൻപ് നൽകിയ പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയം കാണുന്നു. സമൂഹത്തിൽ നിങ്ങൾക്ക് അംഗീകാരവും സ്ഥാനമാനങ്ങളും ലഭിക്കും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കളോ പണമോ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശയാത്രയ്ക്ക് യോഗം കാണുന്നു. മാനസികാരോഗ്യം മികച്ചതായിരിക്കും. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സാധിക്കും. ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ സമയം നിങ്ങളെ സഹായിക്കും. ആരോഗ്യകാര്യങ്ങളിൽ മാത്രം അല്പം ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ്. അവസാനമായി കന്നി, വിർഗോ രാശിക്കാർ. കന്നിരാശിക്കാർക്കും നവപഞ്ചമ രാജയോഗം വലിയ മാറ്റങ്ങളാണ് സമ്മാനിക്കുന്നത്. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ശുഭകരമായി ഭവിക്കും. ബിസിനസ്സിൽ അഭിവൃദ്ധിയുണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. തൊഴിൽ രംഗത്ത് നേട്ടങ്ങളും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം. നിങ്ങൾ കാത്തിരുന്ന അവസരങ്ങൾ ഈ സമയത്ത് വന്നുചേരും. പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ്. നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭമുണ്ടാകും. സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിക്കും. പഴയ നിക്ഷേപങ്ങളിൽ നിന്നും നല്ല വരുമാനം ലഭിക്കും. ആരോഗ്യവും പൊതുവെ മികച്ചതായി കാണുന്നു. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും മുന്നേറ്റം നടത്താൻ ഈ യോഗം നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഈ 3 രാശിക്കാരും വരാനിരിക്കുന്ന ഈ ശുഭകരമായ കാലഘട്ടത്തെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുക. ഗ്രഹങ്ങളുടെ ഈ അനുകൂലമായ കൂടിച്ചേരൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരാനുഗ്രഹം നിങ്ങളോടൊപ്പമുണ്ടാകട്ടെ.